2024 ഞാൻ കരിയർ ചേഞ്ച് ചെയ്ത് ഒരു ഫുൾ ടൈം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത്. എൻ്റെ ആദ്യത്തെ IT ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ഞാനും ചെയ്തത്. ബൂട്ട് ക്യാമ്പ്, ലീഡ് കോഡ്, മോക്ക് ഇൻ്റർവ്യൂസ്. പക്ഷേ ഇതൊന്നും ആദ്യം വർക്കായില്ല. AI വേവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി കിട്ടാൻ എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത് എൻ്റെ ജോബ് സെർച്ചിലെ ട്രയൽ ആൻഡ് എററിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഈ 5 കാര്യങ്ങളാണ്. ആദ്യമേ പറയട്ടെ, ഇതൊരു കരിയർ അഡ്വൈസ് വീഡിയോ അല്ല. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. 2022 സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കരിയർ ചേഞ്ച് ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുത്ത ബൂട്ട് ക്യാമ്പ്, ലീഡ് കോഡ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള ഈ പ്ലാൻ എന്തുകൊണ്ടാണ് ആദ്യം എനിക്ക് വർക്ക് ചെയ്യാതിരുന്നത് എന്ന് ഞാൻ പറയാം. തുടക്കം സ്വയം കോഡിംഗ് പഠിച്ചു. എല്ലാ ദിവസവും ഏകദേശം 5 മാസം. അതിനുശേഷം ടീം കൊളാബറേഷനും റിയൽ വേൾഡ് എക്സ്പീരിയൻസും കിട്ടാൻ 4-5 മാസം നീണ്ടുനിന്ന ഒരു ബൂട്ട് ക്യാമ്പിൽ ചേർന്നു. ബൂട്ട് ക്യാമ്പ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പോർട്ട്ഫോളിയോയും റെഡിയാണ്. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന അതേ ജനറിക് പ്രോജക്ട്സ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ, കൂടെ ലീഡ് കോഡ് ഉൾപ്പെടെയുള്ള മോക്ക് ഇൻ്റർവ്യൂ പ്രാക്ടീസും, പിന്നെ 3 മാസം നീണ്ടുനിന്ന ഒരു ഇൻറ്റേൺഷിപ്പ്, അതിനുശേഷം 3 months കോൺട്രാക്ട്, ഒരു റിയൽ പ്രോജക്റ്റിൽ, പക്ഷേ അൺപെയ്ഡ്, എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. ഇതെല്ലാം ഞാൻ അന്ന് ചെയ്തപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചത് നമ്മൾ ഇതുപോലെ ജെനുവിൻലി എഫേർട്ട് ഇട്ടാൽ സക്സസ് ആകും എന്നാണ്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മാസങ്ങളോളം വളരെ ശ്രദ്ധിച്ച് ക്യൂറേറ്റ് ചെയ്ത് ഞാൻ ജോബ് ആപ്ലിക്കേഷൻസ് അയച്ചു. ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വന്നില്ല. റിജക്ഷൻസ് പോയിട്ട് ഒരു റിപ്ലൈ പോലും തരാത്ത കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. ഈ പ്ലാനിൽ കൂടി ഞാൻ അക്വയർ ചെയ്ത സ്കിൽസ് കൊണ്ട് മാത്രം എനിക്ക് ഈ ജോബ് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നെപ്പോലെ ലക്ഷക്കണക്കിന് കാൻഡിഡേറ്റ്സ് ആണ് ഇതേ സ്കിൽ സെറ്റ് വെച്ച് ഈ ജോബ് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഈ ക്രൗഡഡ് മാർക്കറ്റിൽ കമ്പനീസ് എന്നെ നോട്ടീസ് ചെയ്യണമെങ്കിൽ ഞാൻ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമായിരുന്നു. അത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം എൻ്റെ പോർട്ട്ഫോളിയോ ആയിരുന്നു. അങ്ങനെയാണ് ഒരു റിയൽ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എൻ്റെ ശ്രമം തുടങ്ങിയത്. എനിക്കറിയാവുന്ന എൻ്റെ നെറ്റ്വർക്കിലെ എല്ലാവരോടും ഞാൻ അവസരം ചോദിച്ചു. ഫുൾ ടൈം ജോലി മാത്രമല്ല, ഫ്രീലാൻസായി പ്രോജക്റ്റ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ടോ എന്നും ചോദിച്ചിരുന്നു. ഞാൻ റിജക്ഷൻ പേടിച്ച് ചോദിക്കാതെ ഇരുന്നാൽ എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരുപാട് പേർ എന്നോട് നോ പറഞ്ഞു. പലരും എന്നെ ഗോസ്റ്റ് ചെയ്തു. അന്ന് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ജോബ് സെർച്ചിൽ വളരെ നാച്ചുറലായ ഒരു കാര്യമാണ്. ഇതൊരിക്കലും പേഴ്സണൽ അല്ല, ഇതൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിർത്തിയില്ല. ഇതാണ് എനിക്ക് ജോലി വാങ്ങി തന്ന ആ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം. നെറ്റ്വർക്ക് മാക്സിമം യൂസ് ചെയ്യുക, അവരോട് ചോദിക്കുന്നത് നിർത്താതിരിക്കുക. അങ്ങനെയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട് വഴി എനിക്കൊരു ഫ്രീലാൻസ് പ്രോജക്റ്റ് കിട്ടിയത്. ഒരു സ്കൂളിന് വേണ്ടി ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കണം. റിയൽ ക്ലയൻറ്റ്, റിയൽ പ്രോബ്ലം. പക്ഷേ പേ വളരെ കുറവായിരുന്നു. കാരണം ആ സ്കൂൾ ഒരു ഡൊണേഷൻ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ സമയത്ത് അതൊരു സ്മാർട്ടായ തീരുമാനമായി പലർക്കും തോന്നിയില്ല. കാരണം അതിൽ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കൊമേഴ്ഷ്യലി എക്സ്പീരിയൻസ് വളരെ കുറവുള്ള ഒരു ജൂനിയർ ഡെവലപ്പർ മാത്രമായിരുന്നു. ഇത് പറയാൻ കാര്യം, പ്രോജക്റ്റ് വളരെ വലുതായിരുന്നു. 100-ലധികം ഫീച്ചേഴ്സ്, ടീച്ചേഴ്സിനും പേരൻസിനും സ്കൂൾ അഡ്മിനും വേണ്ടി വെവ്വേറെ ഇൻ്റർഫേസസ്. ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ ചെയ്യാൻ മാത്രം ഞാൻ 3 മാസമാണ് സ്കോപ്പ് ചെയ്തത്, വിത്ത് എ ഹാർഡ് ഡെഡ് ലൈൻ. അതായത് സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ അത് റെഡിയാവണം. ഡെഡ് ലൈൻ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു സ്കോപ്പുമില്ല. പ്രോജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ തന്നെ ഏതാണ്ട് 7 to 8 months ആണ്. കൂടാതെ ഞാൻ മാത്രമായിരുന്നു ഈ പ്രോജക്റ്റിലെ ഡെവലപ്പർ. പക്ഷേ എൻ്റെ ഐഡിയ ഇതായിരുന്നു. എൻ്റെ പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ കാണിക്കാൻ പോർട്ട്ഫോളിയോയിൽ ഒരു റിയൽ സ്റ്റാൻഡ് ഔട്ട് പ്രോജക്റ്റ് വേണം. ഇത് അങ്ങനത്തെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതിന് നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പഴയ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുമായിരുന്നു. ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ ക്രൗഡഡ് ജോബ് മാർക്കറ്റിൽ കയ്യിൽ ആ ജനറിക് പോർട്ട്ഫോളിയോ പ്രോജക്ട്സ് മാത്രമായി. അങ്ങനെ ഞാൻ ആ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ആ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രോജക്റ്റ് തുടങ്ങുകയുള്ളൂ എന്ന വാശി ഞാൻ കളഞ്ഞതാണ്. ആ പ്രോജക്റ്റ് ചെയ്യാനുള്ള എല്ലാ നോളജും എനിക്ക് അന്നില്ലായിരുന്നു. ഉദാഹരണത്തിന്, സ്കൂൾ ഫീസ് കളക്ട് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ഈ ആപ്പിൽ വേണമായിരുന്നു. ഓൺലൈൻ ചെക്കൗട്ട്, ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസ്, ഓട്ടോമാറ്റിക് ഇൻവോയ്സസ്. അതുവരെ ഞാനൊരു പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ പോലും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ ആപ്പ് AWSൽ ഡിപ്ലോയ് ചെയ്ത് ലൈവായി മാനേജ് ചെയ്യണം. ഒരു പ്രൊഡക്ഷൻ സെർവർ ഞാൻ അതുവരെ തൊട്ടിട്ട് പോലുമില്ലായിരുന്നു. പക്ഷേ എല്ലാം ഒറ്റയ്ക്കായിരുന്നില്ല ചെയ്തത്. എല്ലാ കാര്യത്തിനും എനിക്ക് എക്സ്പെർട്ടൈസും ഇല്ല, അത് പോസിബിളുമല്ല. അതുകൊണ്ട് ഹെൽപ്പ് വേണ്ടെടുത്ത് ഞാൻ ചോദിച്ചു. എൻ്റെ 2 ഫ്രണ്ട്സാണ് ഈ പ്രോജക്റ്റിൻ്റെ പാർട്ട് ടൈം പ്രോജക്റ്റ് മാനേജറും ടെസ്റ്ററുമായത്. പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. IT ജോബ് എന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ലേണിംഗ് ഓൺ ദ ജോബ്. ഇനി ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം, പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യുക. ഈ പ്രോജക്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 8 മാസം ആയിരുന്നു ടോട്ടൽ ഡ്യൂറേഷൻ. 2023 ഒക്ടോബർ മുതൽ 2024 മെയ് വരെ. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പലതവണ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സോളോ ഡെവലപ്പർ ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ എക്സ്ട്രീംലി ബേൺ ഔട്ട് ആകുമായിരുന്നു. ദിവസം ഏതാണ്ട് 10 മണിക്കൂർ, സൺഡേ അടക്കം, ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, ലേറ്റ് നൈറ്റ്സ്. ഞാൻ ഒറ്റയ്ക്ക് ബിൽഡ് ചെയ്ത്, ഷിപ്പ് ചെയ്ത്, ഹോസ്റ്റ് ചെയ്തു. രാത്രി ബ്രേക്ക് ആയപ്പോൾ അത് ഫിക്സ് ചെയ്തു.
കൂടാതെ ഒരുപാട് സാക്രിഫൈസസ് ഇതിന് ചെയ്യേണ്ടി വന്നു. സോഷ്യൽ ഇവൻറ്റ്സും ട്രാവലിംഗ് ഒക്കെ ഒഴിവാക്കി എന്ത് സംഭവിച്ചാലും ഈ പ്രോജക്റ്റ് ഡെലിവർ ചെയ്യും എന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്നു സ്കൂളിനോടും എന്നോടും. 2024 മെയിൽ ആപ്പ് ഞാൻ കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ പേഴ്സണൽ സൈഡ് പ്രോജക്ട്സിനും ബാധകമാണ്. ആ 8 മാസം കംപ്ലീറ്റ് സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഇതാണ്: അത്രയും കഷ്ടപ്പാടായിട്ടും ഇത് ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഐ വാസ് പാഷനറ്റ് അബൌട്ട് ബിൽഡിംഗ് പ്രോഡക്ട്സ്. അതുകൊണ്ടാണ് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത് തന്നെ. ഇനി എൻ്റെ ലിസ്റ്റിലെ 4ാമത്തെ കാര്യം, പോർട്ട്ഫോളിയോയിലെ ഒരു റിയൽ സ്റ്റാൻഡ് ഔട്ട് പ്രോഡക്റ്റ്. ഒരു മാസത്തിന് ശേഷം 2024 ജൂണിൽ മുൻപ് എനിക്ക് സൈലൻസ് മാത്രം തന്ന അതേ ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഞാൻ വീണ്ടും കയറി. ഇപ്രാവശ്യം എൻ്റെ ജോബ് ആപ്ലിക്കേഷനിലെ പോർട്ട്ഫോളിയോയുടെ ഹൈലൈറ്റ് ജനറിക് പ്രോജക്ട്സ് അല്ല, ഒരു റിയൽ ക്ലയൻറ്റിന് വേണ്ടി ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് ആപ്പായിരുന്നു. 5ാമത്തെ കാര്യം, ആ പ്രോഡക്റ്റ് ഞാൻ എല്ലാവരെയും അറിയിച്ചു. അതായത് വെറുതെ ജോബ് അപ്ലൈ ചെയ്ത് ഞാൻ കാത്തിരുന്നില്ല. എൻ്റെ പുതിയ പോർട്ട്ഫോളിയോ ഞാൻ ലിങ്ക്ഡിനിലെ എല്ലാ കോൺടാക്ട്സിനും എൻ്റെ പേഴ്സണൽ കോൺടാക്ട്സിനും ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ എന്താണ് ബിൽഡ് ചെയ്തത് എന്ന് എൻ്റെ നെറ്റ്വർക്ക് മുഴുവൻ അറിയണം. അതായിരുന്നു ലക്ഷ്യം. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിലെ HR ഞാൻ നേരിട്ട് ലിങ്ക്ഡിൽ മെസ്സേജ് അയച്ചു. എൻ്റെ സ്കൂൾ ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഒരൊറ്റ മെസ്സേജ് എൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫാസ്റ്റ് ട്രാക്ക് ആക്കി. 2 ഇൻ്റർവ്യൂസ്, 2ഉം ഫൈനൽ റൗണ്ട് വരെ എത്തി. ഒരു ഓഫർ, ഫുൾ ടൈം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞ് ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ആകാൻ എൻ്റെ എക്സ്പീരിയൻസ് സമറൈസ് ചെയ്ത് ഞാൻ ഇട്ട ഒരു റെഡിറ്റ് പോസ്റ്റാണിത്. ഇനി ഒരു കാര്യം, ഇതെനിക്ക് മനസ്സിലായത് എൻ്റെ 6 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ടാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സീനിയർ ഡെവലപ്പർ എന്നോട് പറഞ്ഞത് എൻ്റെ ടെക്നിക്കൽ ടെസ്റ്റ് ജസ്റ്റ് ഓക്കെ ആയിരുന്നെങ്കിൽ പോലും അവർ അപ്പോഴേ എന്നെ ഹയർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നാണ്. കാരണം അവർക്ക് എൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് ആപ്പ് അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ പോർട്ട്ഫോളിയോയിലെ സ്കൂൾ മാനേജ്മെൻറ്റ് ആപ്പ് അതായിരുന്നു എൻ്റെ ജോബ് സെർച്ചിലെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ കിട്ടിയത് സൈലൻസ് മാത്രം, എന്നാൽ റിയൽ പ്രോഡക്റ്റ് കാണിച്ചപ്പോൾ കിട്ടിയത് ഫുൾ ടൈം ഓഫർ. യഥാർത്ഥ മെക്കാനിസം ഇതായിരുന്നു: ഒരു റിയൽ ക്ലയൻറ്റിൻ്റെ ഒരു റിയൽ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള പ്രൂഫ്. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്: ഈ കാര്യങ്ങളെല്ലാം AI ഈ കാലത്ത് ഇപ്പോഴും വർക്കാകുമോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം ഫോളോ ചെയ്ത ബൂട്ട് ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഈ എൻറ്റയർ പ്ലാൻ, ഈ പ്രോസസ്സ് അതിപ്പോഴും വേണം. കാരണം അതാണ് എന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പോലെ തിങ്ക് ചെയ്യാനും കോഡ് ചെയ്യാനും പഠിപ്പിച്ചത്. അതില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ സ്കൂൾ ആപ്പ് ബിൽഡ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. ഡിഫറൻ്റായി എന്തെങ്കിലും ചെയ്യുക, ഒരു നല്ല പോർട്ട്ഫോളിയോ വഴി. അതിൻ്റെ ഇമ്പോർട്ടൻസ് AIക്ക് മുന്നേ തന്നെ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ AIക്ക് ശേഷമോ അതിൻ്റെ പ്രാധാന്യം പിന്നെയും കൂടുകയാണ് ചെയ്തത്. കാരണം ബൂട്ട് ക്യാമ്പ് ഉൾപ്പെടെയുള്ള ഈ പ്രോസസ്സിൽ കൂടി മാസങ്ങൾ നീണ്ട ഹാർഡ് വർക്കിന് ശേഷം നമ്മൾ അക്വയർ ചെയ്യുന്ന സ്കിൽസ് ഒക്കെ ഇപ്പോൾ AI കാരണം ഒരു കൊമോഡിറ്റിയായി മാറി. സ്റ്റാർട്ടർ കോഡ് വേണോ? ChatGPT, ക്ലൗഡ് കോഡ്, ഏത് AI ടൂൾ ഉപയോഗിച്ചും നമുക്കത് ജനറേറ്റ് ചെയ്യാൻ കഴിയും. കോഡ് റിവ്യൂ വേണോ? അതിനും ഇപ്പോൾ കോഡ് റാബിറ്റ്, ഗ്രെപ്റ്റൈൽ പോലുള്ള AI ടൂൾസ് ഉണ്ട്. അതായത് ഒരു ജനറിക് പ്രോജക്റ്റിന് ഒരു പ്രോംപ്റ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ഒരു നല്ല ഒരു AI മോഡൽ ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിനും നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ റിയൽ പ്രോഡക്റ്റ്, അതാണ് സ്കിൽ ഉണ്ടെന്നുള്ള യഥാർത്ഥ പ്രൂഫ്. ഒരു റണ്ണിംഗ് സിസ്റ്റം, റിയൽ യൂസേഴ്സ്, അതിലെ എല്ലാ ഡിസിഷനും നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് നിങ്ങൾ ഈ ഡാറ്റാബേസ് സെലക്ട് ചെയ്തത്? എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ബ്രേക്കായി? എങ്ങനെ അത് ഫിക്സ് ചെയ്തു? അതൊരു AIക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. AI ജനറേറ്റഡ് കോഡ് കൊണ്ട് നിറയുന്ന ഈ IT ജോബ് മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇതിൻ്റെ വാല്യൂ AI വരുന്നതിന് മുൻപത്തേക്കാൾ കൂടി കുറഞ്ഞില്ല. ഒരു റിയൽ പ്രോഡക്റ്റ് ഇൻ്റർവ്യൂ പാനലിനെ കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എങ്ങനെ ഓരോ ലൈൻ ഓഫ് കോഡും എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ പോലെ ചിന്തിക്കാൻ അറിയാം, കൂടാതെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ മികച്ചതാക്കാൻ അറിയാം എന്നൊക്കെ. കമ്പനികൾ നിങ്ങളുടെ കമ്മിറ്റ്സും കോഡ് ഗ്രാമർ ഒക്കെ ശ്രദ്ധിക്കും. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള പ്രോജക്ട്സ് ക്ലോൺ ചെയ്തതാണോ, സ്വയം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ നെറ്റ്വർക്കിൻ്റെ യഥാർത്ഥ വില. അതൊരു ജോബ് റെഫറലിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്താണ് റിയൽ പ്രോബ്ലംസ് ഉള്ളത്, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പും. അതൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിൽ ബെറ്റർ ചാൻസസ് ഉണ്ട്. ഒരു തെളിവും ഇല്ലാതെ ആപ്ലിക്കേഷൻസ് അയക്കുന്നത് ഇപ്പോഴും ഒരു ബ്ലാക്ക് ഹോളിലേക്കാണ് ചെന്നെത്തുന്നത്. ഇന്ത്യയിൽ ഒരു ഓപ്പണിങ്ങിന് ഇപ്പോൾ 2022 ഇരട്ടിയിലധികം ആപ്ലിക്കൻസ് ഉണ്ട്. 10ൽ 7 പേർക്കും കിട്ടുന്നത് ഒരു റിപ്ലൈ പോലും ഇല്ലാത്ത അതേ സൈലൻസ്. കാരണം കമ്പനികൾ ഇപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ ജോലി LLM ചെയ്യുന്നതിന് പകരം സ്വയം ചിന്തിച്ച് LLMനെ ഗൈഡ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന എഞ്ചിനീയറിനെയാണ്, അല്ലാതെ AIനെ കൊണ്ട് സ്വന്തം പണി എടുപ്പിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചോദ്യം, ഒരു IT ജോബ് കിട്ടാൻ ഈ 5 കാര്യങ്ങൾ AIയുടെ ഈ കാലത്ത് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുമോ? എനിക്ക് ജോലി കിട്ടാൻ സഹായിച്ചത് ഈ 5 കാര്യങ്ങൾ കൂടി ചെയ്തപ്പോഴാണ്. ഇതൊരു ഗ്യാരണ്ടി അല്ല, പക്ഷേ AIയുടെ ഈ കാലത്തും ഈ വഴി നിങ്ങളുടെ ചാൻസസ് ഇംപ്രൂവ് ചെയ്യും, ചിലപ്പോൾ മുൻപത്തേക്കാൾ നന്നായി. AIക്ക് മുൻപുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങും AIക്ക് ശേഷമുള്ള സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, എയുടെ ഈ കാലത്ത് തന്നെ കരിയർ ചേഞ്ച് ചെയ്തൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതിൽ എനിക്കിപ്പോൾ റിഗ്രറ്റ് ഉണ്ടോ? എൻ്റെ സക്സസ് സ്റ്റോറിക്ക് ഒരു അവസാനമുണ്ട്. അത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു മാസ് ഡ്രൈവിൻ്റെ ഭാഗമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലിരിക്കുന്നത് വീണ്ടും ഒരു ജോബ് സീക്കറായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ റിഗ്രറ്റ് ചോദ്യം എന്നോട് തന്നെ ചോദിച്ചത്. അതിന് 2 ഉത്തരമുണ്ട്. ഒരു ബിൽഡർ എന്ന നിലയ്ക്ക് ഇല്ല, സീറോ റിഗ്രറ്റ്. റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വാല്യൂ തരുന്ന കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ എനിക്കിപ്പോഴും ഇഷ്ടമാണ്. ആ 8 മാസം എന്തുകൊണ്ട് എൻജോയബിൾ ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഒരു സ്റ്റേബിൾ ജോബ് എന്ന നിലയ്ക്ക് ഈ മാർക്കറ്റിൽ AI തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ അതെ. നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം സേഫ് സാലറി ആണെങ്കിൽ അത് ഭാവിയിൽ ഉണ്ടാകുമോ എന്നത് only ടൈം വിൽ ടെൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻസിൽ പറയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.